2016 അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ രാഹുൽ എന്ന ബാറ്റ്സ്മാൻ ഇന്ത്യൻ ടീമിനായി പല റോളുകളിലും തിളങ്ങിയിട്ടുണ്ട്. എന്നാൽ താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പിറന്നത് ബാറ്റിംഗ് ഓർഡറിലെ നിർണായകമായ 5-ാം നമ്പറിലാണ്. ഈ സ്ഥാനം ഒരേ സമയം കരുതലോടെ കളിക്കാനും അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാനും പ്രാപ്തിയുള്ള ഒരു താരത്തെ ആവശ്യപ്പെടുന്നു. രാഹുൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഓരോ നിമിഷവും തന്റെ പ്രതിഭയുടെ ആഴം തെളിയിച്ചു. 5-ാം നമ്പറിൽ രാഹുൽ കാഴ്ചവെച്ച പ്രകടനം കേവലം മികച്ചതെന്ന വിശേഷണത്തിനും അപ്പുറമാണ്. ഈ സ്ഥാനത്ത് കളിച്ച 31 ഇന്നിംഗ്സുകളിൽ നിന്ന് 56.47 എന്ന അവിശ്വസനീയമായ ശരാശരിയിൽ താരം വാരിക്കൂട്ടിയത് 1299 റൺസാണ്. 9 അർദ്ധ സെഞ്ചുറികളും 2 സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ 97 ബൗണ്ടറികളും 36 സിക്സറുകളും മധ്യ ഓവറുകളിൽ കളി മാറ്റാനുള്ള രാഹുലിന്റെ ശേഷി വിളിച്ചോതുന്നു. ഈ കണക്കുകൾ അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനിൽ ഒരാളാക്കി മാറ്റുന്നു. ഈ സ്ഥിതി വിവരണ കണക്കുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കാര്യം ഉറപ്പിക്കുന്നു. ഏകദിന ഫോർമാറ്റിൽ നിലവിൽ 5-ാം നമ്പറിൽ രാഹുലിനേക്കാൾ മികച്ച ഓപ്ഷൻ ഇന്ത്യൻ ടീമിൽ ഇല്ല. വിജയകരമായി പ്രവർത്തിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്തിനാണ് മാറ്റേണ്ടത് എന്ന സ്വാഭാവികമായ ചോദ്യം ഇവിടെ ഉയരുന്നു. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ തലപ്പത്ത് വന്ന പുതിയ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ ഈ തെളിയിക്കപ്പെട്ട കണക്കുകളെ അവഗണിക്കുന്നുണ്ടോ എന്ന സംശയം കായിക ലോകത്ത് ശക്തമാണ്. പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതലയേറ്റ ശേഷം ടീം തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ദൃശ്യമായത്. തന്ത്രങ്ങൾ മെനയുന്നതിലും കളിയിലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഗംഭീറിന് അദ്ദേഹത്തിൻ്റെതായ ശൈലിയുണ്ട്. എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ ഈ തന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സ്ഥാനമായ 5-ാം നമ്പറിൽ നിന്നുള്ള ഒഴിവാക്കലിൽ കലാശിച്ചു. ഗംഭീറിന്റെ കീഴിൽ നടന്ന മത്സരങ്ങളിൽ വെറും ഒരു തവണ മാത്രമാണ് രാഹുലിന് 5-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത്. ഈ സ്ഥാനമാറ്റത്തെ തന്ത്രപരമായ നീക്കം അല്ലെങ്കിൽ പരിചയസമ്പന്നരെ വിവിധ റോളുകളിൽ പരീക്ഷിക്കൽ എന്നൊക്കെ വിശേഷിപ്പിക്കാമെങ്കിലും രാഹുലിന്റെ സ്ഥിരതയാർന്ന പ്രകടനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നായി ഇത് മാറിയിരിക്കുന്നു. 5-ാം നമ്പറിലെ രാഹുലിന്റെ ശരാശരി 56-ൽ ആ സ്ഥാനത്ത് അദ്ദേഹത്തെ നിലനിർത്തുന്നത് ടീമിന്റെ മധ്യനിരയ്ക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. രാഹുൽ ആ സ്ഥാനത്ത് ടീമിന് നൽകുന്ന സുരക്ഷിതത്വം പകരം വെക്കാൻ ഇല്ലാത്തതാണ്. പരിശീലകനായുള്ള ഗംഭീറിന്റെ ആദ്യ പരമ്പര ശ്രീലങ്കയ്ക്ക് എതിരായിരുന്നു. ഈ പരമ്പരയിൽ രാഹുലിനെ 6-ാം നമ്പറിലും ഒരു ഘട്ടത്തിൽ 7-ാം നമ്പറിലും വരെ ബാറ്റിംഗിന് ഇറക്കി. ഈ താഴ്ന്ന ഓർഡറിൽ താരം 31-0 എന്നിങ്ങനെയാണ് സ്കോർ ചെയ്തത്. 5-ാം നമ്പറിൽ ഒരു ഘട്ടത്തിൽ സ്ഥിരമായി തിളങ്ങിയ ഒരു താരത്തെ താഴ്ന്ന ഓർഡറിൽ പരീക്ഷിക്കുന്നത് ടീം മാനേജ്മെന്റിന്റെ ഒരു പുതിയ തന്ത്രമായി വിലയിരുത്തപ്പെട്ടെങ്കിലും അതിന്റെ ഫലപ്രാപ്തി ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഗംഭീർ ഒരുപക്ഷെ രാഹുലിനെ ഒരു ഫ്ലെക്സിബിൾ ബാറ്റ്സ്മാനായി കാണാനും ടീമിന്റെ സമതുലിതാവസ്ഥ നിലനിർത്താനും ശ്രമിക്കുന്നുണ്ടാവും. എന്നാൽ ഫ്ലെക്സിബിലിറ്റിയുടെ പേരിൽ ഒരു താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനത്തെ ബലി കഴിക്കുന്നത് ദീർഘവീക്ഷണമില്ലാത്ത നടപടിയായി വ്യാഖ്യാനിക്കപ്പെടാം. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ അടുത്തിരിക്കുമ്പോൾ ഓരോ താരത്തെയും അവർ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന സ്ഥാനത്ത് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ മധ്യനിരയുടെ കരുത്ത് നിർണായകമാണ്. 5-ാം നമ്പറിൽ രാഹുലിനെ പോലൊരു താരം ഉണ്ടെങ്കിൽ ടീമിനെ ഏത് വലിയ തകർച്ചയിൽ നിന്നും കരകയറാൻ സാധിക്കും. രാഹുലിനെ 6-ാം നമ്പറിലേക്കോ അതിൽ താഴേക്കോ മാറ്റുന്നത് മധ്യനിരയിലെ ഈ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നു. ഫിനിഷിംഗ് റോളിന് പ്രത്യേക കഴിവുകൾ ആവശ്യമാണ്. പെട്ടെന്ന് ആഞ്ഞടിക്കാനും അവസാന ഓവറുകളിൽ സമ്മർദ്ദത്തെ അതിജീവിക്കാനുമുള്ള ശേഷിയാണത്. രാഹുൽ ആ റോൾ ഭേദപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്വാഭാവിക ഫിനിഷറുടെ പൂർണ്ണത അദ്ദേഹത്തിന് ആ റോളിൽ അവകാശപ്പെടാനാകില്ല. 5-ാം നമ്പറിൽ കൂടുതൽ സമയം കളിക്കാനും ഇന്നിംഗ്സിനെ നിയന്ത്രിക്കാനുമാണ് രാഹുലിന് കൂടുതൽ ഇഷ്ടം. തുടർച്ചയായ സ്ഥാനമാറ്റം ഒരു കളിക്കാരന്റെ മാനസികാവസ്ഥയും ആത്മവിശ്വാസത്തെയും ബാധിച്ചേക്കാം. ഒരു പ്രത്യേക റോളിൽ താൻ ലോകത്തിലെ ഏറ്റവും മികച്ചവരിൽ ഒരാളാണെന്ന് തെളിയിച്ചിട്ടും ആ സ്ഥാനം നിഷേധിക്കപ്പെടുന്നത് രാഹുലിന്റെ പ്രകടനത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിലെ മറ്റ് ടീമുകൾ അവരുടെ മധ്യനിരയിലെ പ്രധാന താരങ്ങളെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മാത്രം ഈ സ്ഥിരം മാറ്റങ്ങൾ പരീക്ഷിക്കുന്നത് ക്രിക്കറ്റ് വിദഗ്ധർക്കിടയിൽ ആശങ്കയുളവാക്കുന്നു. സ്ഥിരതയാണ് ഏകദിന ക്രിക്കറ്റിലെ വിജയത്തിന്റെ താക്കോൽ. ഗൗതം ഗംഭീർ എന്ന പരിശീലകൻ ദീർഘകാലത്തേക്ക് ടീമിനെ നയിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടാവാം. യുവ താരങ്ങൾക്ക് അവസരം നൽകാനും എല്ലാ കളിക്കാരെയും വിവിധ റോളുകളിൽ പരീക്ഷിക്കാനും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാകാം. എന്നിരുന്നാലും വലിയ ടൂർണമെന്റുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഈ പരീക്ഷണങ്ങൾ ടീമിന്റെ വിജയ സാധ്യതയെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാഹുലിന്റെ 5-ാം നമ്പറിലെ കണക്കുകൾ അറിയാവുന്ന ആരാധകർ ഈ തീരുമാനത്തോട് യോജിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലും കായിക ചർച്ചകളിലും ഗംഭീറിന്റെ തന്ത്രങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഒരു കളിക്കാരന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായിക്കുന്നതിൽ പരിശീലകന്റെ പങ്ക് വളരെ വലുതാണ്. ഗൗതം ഗംഭീർ ഒരുപക്ഷെ ഈ മാറ്റങ്ങളെ പ്രതിരോധിക്കുന്നത് ടീമിന്റെ ആഴം കൂട്ടാനും ഏത് പ്രതിസന്ധിയിലും വിവിധ കളിക്കാർക്ക് വ്യത്യസ്ത റോളുകൾ കൈകാര്യം ചെയ്യാനുമുള്ള ശേഷി നൽകാനും വേണ്ടിയായിരിക്കാം. എന്നാൽ ഈ ദീർഘകാല ലക്ഷ്യങ്ങൾ നിലവിലെ പ്രകടനത്തെ ബാധിക്കുന്നുണ്ടോ എന്നാണ് പ്രസക്തമായ ചോദ്യം.